ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവസഭ എന്ന ദൈവമർമ്മം, അതാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നു, ഇത് ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. അതായത് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നുള്ളത് പിതാവായ ദൈവം വെളിപ്പെടുത്തിയല്ലാതെ ഒരു വ്യക്തിക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല. സ്വന്തം ബുദ്ധിയിലോ അന്വേഷണത്തിലോ ഒരാൾക്കും യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് അവരുടെ അന്വേഷണത്തിലോ ബുദ്ധിയിലോ ഒന്നും ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. തിരുവെഴുത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ, വ്യത്യസ്തമായ രീതികളിൽ ദൈവം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനേകർ ഇക്കാലഘട്ടത്തിൽ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ കാര്യസാധ്യത്തിന് വേണ്ടിയോ ഒക്കെ യേശുവിനെ അനേകർ സ്വീകരിക്കുന്നു എന്ന്. പക്ഷെ നമുക്കറിയാം, അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും യേശുക്രിസ്തു ഏത് കാലഘട്ടത്തിലും അവിടുത്തെ സാന്നിധ്യത്തെ, അവിടുത്തെ സ്നേഹത്തെ, കൃപയെ പകർന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഒരുവന് സാധ്യമാകണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവമെന്നുള്ള വെളിപ്പാട് ഒരുവനുണ്ടായേ സാധ്യമാകൂ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശൗൽ എന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുകയാണ്. ശൗൽ അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 1 മുതൽ. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പെട്ടതിന് ശേഷം അവർക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ശിഷ്യന്മാർക്കെതിരെ ശക്തമായ ഉപദ്രവം അഴിച്ചുവിട്ടൊരു വ്യക്തിയാണ് ഈ ശൗൽ.
ദമസ്കോസിൽ പാർക്കുന്ന ശിഷ്യന്മാരെ കണ്ടെത്താനും അവരെ പിടിച്ചുകിട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികളോട് അധികാരപത്രം വാങ്ങി മഹാപുരോഹിതൻ്റെ ഒത്താശകളോടെ പോകുന്ന ശൗലിനെ നമ്മളിവിടെ കാണുകയാണ്. ഈ ശൗൽ ശിഷ്യന്മാർക്കെതിരെ ഏറ്റവും അധികം വിരുദ്ധമായി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 6-7 അധ്യായങ്ങളിൽ അപ്പോസ്തലന്മാരെ 12 പേരെ കൂടാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസ് ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും. 7 പുരുഷന്മാർ. അവിടെ സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ. 8-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തികൾ 6:8. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 9-ാമത്തെ വാക്യം, ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. 10-ാമത്തെ വാക്യം, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. 11, അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. 12 വാക്യങ്ങൾ, ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസറേയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. 15-ാമത്തെ വാക്യം, ന്യായാധിപ സംഘത്തിലിരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. നോക്കണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാർ. അവർ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവരായി ദൈവവേലയിലേക്ക് ശക്തമായി തിരിയുകയാണ്. 7-ാമത്തെ അധ്യായത്തിൽ ഈ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ട് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. ഏഴാമത്തെ അധ്യായത്തിൽ ശക്തമായി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ നേരെ കോപപരവശരായി തീരുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 54 മുതൽ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ചു. ചെവിപൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു
അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ളൊരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവിടെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. 58-ാമത്തെ വാക്യത്തിൽ 7:58 സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ളൊരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. ഇവിടാണ് ശൗലിനെ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഇവിടെ ശൗൽ എന്ന് പറയുന്ന ആ ബാല്യക്കാരൻ ദൈവസഭയ്ക്കും ശിഷ്യന്മാർക്കും എതിരായി നിൽക്കുന്ന നമ്മൾ കാണുകയാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പോൾ ഇതാണ് ശൗലിൻ്റെ മനോഭാവവും ചെയ്തികളും. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ ശൗൽ ദമസ്കോസിലെ ശിഷ്യന്മാരെ കണ്ടെത്തി അവരെ യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പുറപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഭവം പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സന്ദർഭം. വിശുദ്ധ വേദപുസ്തകത്തിലും ശേഷം അനേക ഭക്തന്മാരുടെ ജീവിതത്തിലും യേശുക്രിസ്തു ഇപ്രകാരം തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 1 മുതൽ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. 3 മുതലുള്ള വാക്യങ്ങൾ, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. 7-ാമത്തെ വാക്യം. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഇവിടെ എങ്ങനെയാണ് വ്യത്യസ്തമായ നിലവാരങ്ങളിൽ യേശുക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഓർക്കണം, ഇത്തരത്തിലല്ലെങ്കിലും നിശബ്ദമായാണെങ്കിൽ പോലും ഹൃദയത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് എന്ന് വെളിപ്പെട്ട് കിട്ടാതെ ഒരാൾക്ക് പോലും അവിടുന്ന് ആഗ്രഹിക്കുന്ന അളവിൽ അവിടുത്തെ സ്നേഹിച്ച് സമർപ്പിച്ച് അനുസരിച്ച്
ക്രൂശെടുത്തുകൊണ്ട് ശിഷ്യനായി അനുഗമിക്കാൻ സാധ്യമാവുകയില്ല. ഇത് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏത് വിധത്തിലായിരുന്നാലും ഒരുവൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള വെളിപ്പാട് പകർന്നു കിട്ടണം. അത് നൽകുന്നത് പിതാവായ ദൈവമാണ്. നോക്കണമേ, വ്യത്യസ്തമായ നിലവാരത്തിൽ ശൗലിനെ കർത്താവ് നടത്തുകയാണ്. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 9:8, ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റു, കണ്ണു തുറന്നാറ് ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൊണ്ടുപോയി. 9-ാമത്തെ വാക്യം, അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ശൗലിന് കർത്താവ് വ്യക്തമായ ആലോചന കൊടുക്കുകയാണ്. അനന്യാസ് എന്നൊരു പുരുഷൻ അവിടേക്ക് കടന്നു ചെല്ലും, തൻ്റെ മേൽ കൈവച്ച് അവന് കാഴ്ച തിരികെ നൽകുമെന്നുള്ളത് കർത്താവിനെ അറിയിക്കുകയാണ്. അവനെ ഇതറിയിക്കുന്ന അതേ സമയം അനന്യാസിനോട് കർത്താവ് ദർശനത്തിൽ ഈ കാര്യം സംസാരിക്കുകയാണ്. നോക്കണമേ, എത്ര മനോഹരമായിട്ടാണ് കർത്താവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. 14 മുതൽ, ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചുകെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ശൗലിനെക്കുറിച്ച് ആ ദേശത്തെല്ലാം അറിയാം. ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവനാണെന്നും ദമസ്കോസിലേക്ക് വരുന്നത് ശിഷ്യന്മാരെ ഉപദ്രവിക്കാനാണെന്നും അവിടെയുള്ളവർക്കെല്ലാം അറിയാം. എന്നാൽ ഈ ശൗലിനെ തൻ്റെ ശിഷ്യനാക്കുവാൻ തക്കവണ്ണം കർത്താവ് എത്ര വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 15 മുതൽ, കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. 16 മുതൽ, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. 17 വാക്യങ്ങൾ, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു, അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു.
19 വാക്യം, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രനെന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. 19-22 വരെ നമ്മൾ കാണുമ്പോൾ, യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. കേട്ടവരെല്ലാം വിസ്മയിച്ചിട്ട് ഇതാ പറയുന്നത്, യെരുശലേമിൽ അനേകരെ ഉപദ്രവിച്ചവൻ ഇവിടെ ഇതാ മറ്റ് ശിഷ്യന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നവൻ. എന്നാൽ ശൗലിൻ്റെ അവസ്ഥ അപ്പോസ്തലപ്രവൃത്തികൾ 9:22 നമ്മൾ കാണുന്നു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. നോക്കണം, എത്ര അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയാണ്. യെരുശലേമിൽ ശിഷ്യന്മാരെ കൊന്നൊടുക്കുവാൻ കൂട്ടുനിന്നവൻ, അതിൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട് ദമസ്കോസിലുള്ള ശിഷ്യന്മാരെ കൊന്നൊടുക്കുവാൻ അവിടേക്ക് പോകുന്നവൻ. എന്നാൽ യാത്രാമധ്യേ യേശു കർത്താവ് അവന് വെളിപ്പെടുകയാണ്. ആ വെളിപ്പാടിൻ്റെ മുമ്പാകെ അനേകരെ കൊന്നൊടുക്കുവാൻ പോകുന്ന ആ ശൗലിനെ തൻ്റെ ശിഷ്യനാക്കി മാറ്റുന്ന യേശുക്രിസ്തുവിൻ്റെ മഹനീയമായ പ്രവൃത്തി നമ്മൾ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഓർക്കണം, ഇതാണ് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥ. യേശുക്രിസ്തു സ്വയം ഒരുവൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടാണെങ്കിലും സാഹചര്യങ്ങളോടാണെങ്കിലും ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തു ഇത്തരത്തിൽ വെളിപ്പെട്ട് കിട്ടാതെ യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഒരുവനും സാധ്യമാകയില്ല. നോക്കണമേ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാമത്തെ അധ്യായം 18 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 18 വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ശേഷം, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനികൾ എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? 21 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. 26 മുതൽ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. 29-ാമത്തെ വാക്യം. ദൈവസനിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. 30-ാമത്തെ വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 31.
പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നതെന്ന് കാണുകയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ആ നിലവാരത്തിലെത്തി ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ, പഠിച്ച് കണ്ടെത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് അവിടുന്ന് അവിടുത്തെ കൃപയാൽ നമ്മെ തിരഞ്ഞെടുക്കുകയാണ്, അവിടുന്ന് വെളിപ്പെടുത്തി തരികയാണ്. അവിടുന്ന് നമ്മുടെ സകലവുമായി തീരുകയാണ്. 1 കൊരിന്ത്യർ 1-ാം-അധ്യായം 30-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. എന്തിനാണ്? 31-ാമത്തെ വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. ചുരുക്കത്തിൽ ഈ കർത്താവിനെ അറിയുന്നതൊരു ഭാഗ്യമാണ്. ഒരുവൻ്റെയും ഏതെങ്കിലും ഗുണഗണങ്ങൾ കൊണ്ട് സാധ്യമാകുന്നതല്ല, പ്രത്യുത കർത്താവ് തന്നെ സ്വയം വെളിപ്പെടുത്തി തരുന്നതാണ്. ചുരുക്കത്തിൽ ഇതൊരു വെളിപ്പാടാണ്. യേശുക്രിസ്തുവിനെ അറിയുക, അവിടുത്തെ അനുഗമിക്കുക എന്നുള്ള വെളിപ്പാടാണ്. അതൊരു മർമ്മമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വേള ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ നല്ല ശിഷ്യന്മാരെ അനുഗമിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.